നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ. നമുക്കറിയാം, ഈ ഒരു ബൈബിൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒട്ടേറെ കടമ്പകൾ കടന്നാണ് ഇത് നമ്മുടെ കൈകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരായി താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും, ഒരാളൊഴികെ ഏതാണ്ട് ഭൂരിഭാഗം പേരും രക്തസാക്ഷികളായി മാറി. ഈ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളിൽ പലരും രക്തസാക്ഷികളായി തീരേണ്ടി വന്നു. അതിനുശേഷം സഭ വളർച്ച ആരംഭിച്ച കാലഘട്ടത്തിൽ ഈ വചനം വ്യക്തിപരമായി ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തുവാൻ പരിശ്രമിച്ച അനേക പിതാക്കന്മാർ രക്തസാക്ഷികളായി തീരേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ചോരയും വിയർപ്പും എല്ലാം സമർപ്പിച്ച് ത്യാഗോജ്വലമായ ഒരു പോരാട്ടത്തിലൂടെയാണ് ഈ പറഞ്ഞ വേദപുസ്തകം നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ വചന പ്രഭാഷണങ്ങൾ കേൾക്കാനായി കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. ഈ വചനത്തെ ഒട്ടനവധി വ്യക്തികൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരുടെ മാനുഷികമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആത്മാവിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യാഖ്യാന പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പ്രഭാഷകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഉപദേഷ്ടാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ നാം എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒട്ടനവധി പ്രഭാഷണങ്ങൾ, ഒട്ടനവധി പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ അനേക വേദികളിൽ, അനേക പ്രസംഗ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അനേക സഭകളിലേക്ക്, അനേക കൺവെൻഷനുകളിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നാം കടന്നു പോകുമ്പോൾ ഏത് മനസ്സോടെയാണ് നാം ആ പ്രസംഗം കേൾക്കാനായി കടന്നു ചെല്ലുന്നത്? 2 രീതിയിലുള്ള പ്രസംഗ ആസ്വാദകരെ നമുക്ക് കാണാം. അതിലൊന്ന് ആ പ്രസംഗകൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ആരാധകരാണ്. അവർ ആ പ്രസംഗകൻ എന്തു പറയുന്നോ അത് അതേപടി വിശ്വസിക്കുകയും അതിൻ്റെ മാറ്റുരച്ച് നോക്കാതെ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളുകയുമാണ് ചെയ്യുന്നത്. പല തെറ്റായ വ്യാഖ്യാനങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റായ വഴിയിലേക്ക് ദൈവത്തിൽ നിന്നുള്ള അവൻ്റെ വീക്ഷണകോണിനെ കൊണ്ടുപോകുവാനിടയാക്കുന്നുണ്ട്. രണ്ടാമതൊരു കൂട്ടർ ആ പ്രഭാഷകൻ്റെ പ്രേക്ഷകരാണ്. പ്രേക്ഷകരായി കടന്നു പോകുന്നവർ ആ കേൾക്കുന്ന വചനത്തെ അത് അത് ശരിയോ എന്ന് പരിശോധിക്കുകയും അത് കുറിച്ചെടുത്ത് വീട്ടിൽ കടന്നുപോയി ആ വചനഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുകയും അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നോ, അതിന് ഈ വചനഭാഗത്തിന് മറ്റെന്തെങ്കിലും ചരിത്ര പശ്ചാത്തലമോ സാമൂഹിക പശ്ചാത്തലമോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രഭാഷണം കേൾക്കാൻ കടന്നു പോകുന്ന പ്രേക്ഷകരെക്കാളേറെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആരാധകരാണുള്ളത്. ഒരു പ്രസംഗകൻ്റെ പ്രസംഗ ശൈലിയുടെ, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന ശൈലിയുടെ അല്പം തമാശ കലർന്ന, അല്പം ഗൗരവം നിറഞ്ഞ, വ്യത്യസ്തമായ രീതികളിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ശൈലികളുടെ ആരാധകരായാണ് പലരും കടന്നു പോകുന്നത്. ആ ആരാധന പലപ്പോഴും വചനത്തിൻ്റെ യഥാർത്ഥ ആഴത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. വചനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കേൾവിക്കാരനായി, നല്ലൊരു പ്രേക്ഷകനായി വചന ശുശ്രൂഷ നടക്കുന്ന വേദികളിലേക്ക് നമുക്ക് കടന്നു പോകാം. അത് നമ്മുടെ സഭയിലായിരിക്കട്ടെ, മറ്റെന്തെങ്കിലും കൺവെൻഷനുകളിലായിരിക്കട്ടെ, ഏത് വേദിയിൽ കടന്നു പോകുമ്പോഴും നാം ആ വചനഭാഗങ്ങൾ കുറിച്ചെടുത്ത ശേഷം അത് ശരിയോ എന്ന് പരിശോധിക്കുന്നത്, ആ വ്യാഖ്യാനം വചനം പ്രകാരം ശരിയോ എന്ന് പരിശോധിക്കുന്നത്
നമ്മുടെ ജീവിതത്തിന് ഗുണപ്രദമായി തീരും. ആയതിനാൽ ഈ ദിനങ്ങളിൽ ആരാധകരായി കടന്നു പോകാതെ, ചില പ്രസ്ഥാനങ്ങളുടെ, ചില വ്യക്തികളുടെ, ചില പ്രസംഗ ശൈലികളുടെ ആരാധകരായി തീരാതെ നല്ല പ്രേക്ഷകരായിരിക്കാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ആരാധിപ്പാനായി ഒരേക ദൈവം മാത്രമേ ഉള്ളൂ. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ നമുക്ക് ആരാധിപ്പാൻ അവകാശമുള്ളൂ. ആ ദൈവത്തിൻ്റെ ആരാധകരായി തീർന്ന് ഈ വചനത്തിൻ്റെ നല്ല പ്രേക്ഷകരായി ജീവിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനായി ഏവർക്കും ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു.